നമസ്കാരം. മോർണിംഗ് വൈബ് ഇന്ന് പാലക്കാടാണ്. പാലക്കാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10 മണിയോടുകൂടി എത്തും. ഇതിനെ പ്രമാണിച്ചുള്ള ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടമൈതാനത്താണ്. കോട്ടമൈതാനത്ത് കാണുന്ന വാഹനത്തിലായിരിക്കും പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുക. എന്തായാലും അതിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. 3-ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് എത്തുന്നത്. കഴിഞ്ഞ 2 തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു അദ്ദേഹം എത്തിയിരുന്നത്. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം നടന്നതിന് ശേഷം ആദ്യമായി പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും BJP പ്രവർത്തകരും എല്ലാം തന്നെ രാവിലെ തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന കാണാം, നമുക്ക് ഈ വാഹനം നമുക്ക് കാണാം. ഇതിലാണ് അദ്ദേഹം 10 മണിയോടുകൂടി പോവുക. എന്തായാലും വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യം തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു സന്ദർശനത്തിനുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം എത്തുമ്പോൾ പാലക്കാട് പോലുള്ള ഒരു സ്ഥലത്ത്, അതായത് BJPക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന, കഴിഞ്ഞ കുറെ കാലങ്ങളായി BJP ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വാധീനം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വരവ് BJPക്ക് വലിയ ഗുണം ചെയ്യും. പ്രധാനമന്ത്രി പാലക്കാട് എത്തുന്നതോടുകൂടി ഈ ഒരു ത്രികോണ മത്സരം കുറച്ചുകൂടെ ശക്തമാവും. ഒപ്പം തന്നെ കൂടുതൽ വോട്ടുകൾ ശേഖരിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും നമുക്ക് മോർണിംഗ് വൈബിൽ നിന്ന് നമ്മുടെ കൂടെ MS അനീഷ് കുമാർ മേഴ്സി ഗ്രൗണ്ടിലുണ്ട്. മേഴ്സി കോളേജ് ഗ്രൗണ്ടിലാണ് പ്രധാനമന്ത്രി എത്തുന്നത്, അവിടെയുണ്ട്. ഒപ്പം തന്നെ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്താണ് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ അവസാനിക്കുക. അവിടെ CV അനുമോദുണ്ട്. ഒപ്പം തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയായ, അതായത് NDA സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറും നമ്മുടെ ഉണ്ട്. ആദ്യം നമുക്ക് MS അനീഷ് കുമാറിലേക്ക് പോവാം. അനീഷ്, എങ്ങനെയാണ് കാര്യങ്ങൾ? എങ്ങനെയൊക്കെയാണ് പ്രധാനമന്ത്രി ആദ്യം നമുക്കൊന്ന് വാർത്തകൾ വേഗത്തിലേക്കൊന്ന് പോവാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാലക്കാടെത്തും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു ശേഷം ആദ്യമായാണ് മോദി കേരളത്തിലെത്തുന്നത്. രാവിലെ 10-ന് പ്രധാനമന്ത്രി മേഴ്സി കോളേജ് മൈതാനത്ത് ഹെലികോപ്റ്ററിൽ ഇറങ്ങും. 10:30-ന് 5 വിളക്കിൽ നിന്ന് റോഡ് ഷോ ആരംഭിക്കും. 11:30-ന് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് റോഡ് ഷോയ്ക്ക് സമാപനമാകും. പൊതു തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രികയ്ക്ക് അന്തിമ രൂപം നൽകാൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. 5 മേഖലകളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കും. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കേരളം നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. CAA ചട്ടം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ്, DYFI, രമേശ് ചെന്നിത്തല എന്നിവർ നൽകിയതടക്കം 237 ഹർജികൾ ഇന്ന് കോടതിയുടെ മുന്നിലെത്തും. നേരത്തെ പൗരത്വം നൽകുന്നതിനെ ചോദ്യം ചെയ്യാൻ ഹർജിക്കാർക്ക് അവകാശമില്ലെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ നിലപാടെടുത്തിരുന്നു. വാദം കേൾക്കുമെന്ന് കേന്ദ്രം അറിയിച്ചതോടെയാണ് കേസ് ഇന്നത്തേക്ക് മാറ്റിയത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായി തിഹാർ ജയിലിലായ AAP നേതാവ് സഞ്ജയ് സിംഗ് ഇന്ന് രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും. കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നടപടി. മാധ്യമങ്ങളെ കാണുന്നതിൽ നിന്നും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ നിന്നും സഞ്ജയ് സിംഗിനെ കോടതി വിലക്കിയിട്ടുണ്ട്. കർണാടകയിൽ മുതിർന്ന BJP നേതാവും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായ DV സദാനന്ദ ഗൌഡ പാർട്ടി വിട്ടേക്കും. ഇത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനം ഇന്നുണ്ടായേക്കും. കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത മൈസൂരു സീറ്റിൽ നിന്ന് മത്സരിച്ചേക്കും. കഴിഞ്ഞ ദിവസം കർണാടക ഉപമുഖ്യമന്ത്രിയും PCC അധ്യക്ഷനുമായ DK ശിവകുമാറുമായി ഗൌഡ ചർച്ച നടത്തിയിരുന്നു. ബംഗളൂരു നോർത്ത് സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെയാണ് ഗൌഡ BJP വിടാനൊരുങ്ങുന്നത്. K. രാധാകൃഷ്ണന് വോട്ട് അഭ്യർത്ഥിച്ച് കലാമണ്ഡലം ഗോപി. വീഡിയോ സന്ദേശത്തിലൂടെയാണ് കലാമണ്ഡലം ഗോപി വോട്ട് അഭ്യർത്ഥന നടത്തിയത്. പടയപ്പയെ ഉൾക്കാട്ടിലേക്ക് തുരത്തും. ഇത് സംബന്ധിച്ച നിർദ്ദേശം CCF
മൂന്നാർ ഡിഎഫ്ഒക്ക് നൽകി. കാട്ടാനയെ തുരത്താനുള്ള നടപടികൾ ഇന്നു തന്നെ ആരംഭിക്കാനാണ് തീരുമാനം. പടയപ്പയുടെ സഞ്ചാരവും നീക്കങ്ങളും ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷിക്കും. നിലവിൽ ആനയെ മയക്കുവെടി വെക്കേണ്ട സാഹചര്യമില്ല എന്നാണ് വിലയിരുത്തൽ. ഇടുക്കി ചിന്നക്കനാലിലെ വനം വകുപ്പിന്റെ ഫെൻസിംഗ് പദ്ധതിയിൽ 301 കോളനിയെ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധം. കാട്ടാന ആക്രമണം ഏറ്റവും രൂക്ഷമായ പ്രദേശത്തെ ഒഴിവാക്കിയതിന് പിന്നിൽ പ്രത്യേക ലക്ഷ്യമുണ്ടെന്നാണ് ആക്ഷേപം. 301 കോളനി ഒഴിവാക്കി സിംഗുകണ്ടം, BL റാം മേഖലകളിലാണ് വനം വകുപ്പ് പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. ആലപ്പുഴ കായംകുളം നഗരത്തിൽ ആധുനിക വാതക ശ്മശാനം നിർമ്മിക്കുന്നതിന് കിഫ്ബിയിൽ നിന്നും തുക അനുവദിച്ചു. 2,50,00,000 രൂപയാണ് നിർമ്മാണത്തിന് അനുവദിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി കിഫ്ബി ഇംപാക്ട് കേരള പ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. മണ്ണ് പരിശോധന, സ്ഥലത്തിന്റെ സർവേ തുടങ്ങിയവ പൂർത്തീകരിച്ചതിന് ശേഷം ആധുനിക വാതക ശ്മശാനത്തിന്റെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. കാസർഗോഡ് കുമ്പള കഞ്ചിക്കട്ട പാലം പൂർണ്ണമായും അടച്ചു. അപകടാവസ്ഥയിലായ പാലത്തിൽ വാഹന ഗതാഗതം നിരോധിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ പാലം പൂർണ്ണമായും അടച്ചത്. ബദൽ സംവിധാനമൊരുക്കാതെ പാലം അടച്ചതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി. പാലക്കാട് കോട്ടമൈതാനത്താണ് ഇപ്പോൾ മോർണിംഗ് വൈബ്സ് ഉള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര ചെയ്യുന്ന വാഹനത്തിന്റെ പരിസരത്ത് ഈ റോഡ് ഷോയിൽ അദ്ദേഹം ഈ വാഹനത്തിലാണ് ഉണ്ടാവുക. ഒപ്പം തന്നെ 50,000-ഓളം പ്രവർത്തകർ പങ്കെടുക്കും. രാവിലെ 10 മണിയോടുകൂടി മേഴ്സി കോളേജ് പരിസരത്താണ് അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഇറങ്ങുക. അതിനുശേഷം അദ്ദേഹം ഇവിടെ ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ കോട്ടമൈതാനത്തുള്ള 5 വിളക്കിലെത്തും. 5 വിളക്കിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുക. അത് സുൽത്താൻപേട്ട് വഴി ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ അവിടെയാണ് സമാപിക്കുക. കൃത്യം 11:30 തന്നെ നരേന്ദ്രമോദിയുടെ പരിപാടി അവസാനിക്കും. നമുക്കിപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ പ്രതിനിധികളായ MS അനീഷ് കുമാർ മേഴ്സി കോളേജ് ഗ്രൗണ്ട് പരിസരത്തുമുണ്ട്. ഒപ്പം തന്നെ CV അനുമോദ് ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പരിസരത്തുമുണ്ട്. ആദ്യം നമുക്ക് CV അനുമോദിലേക്ക് പോവാം. അനുമോദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും നരേന്ദ്രമോദിയുടെ വരവിനെ പ്രമാണിച്ച് വലിയ ഒരുക്കങ്ങളാണ് നഗരത്തിൽ പൂർത്തിയായിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിന് കൃത്യം 10 മണിക്ക് തന്നെ അദ്ദേഹം മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ എത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരം ലഭിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഒരുക്കങ്ങൾ? ദിനേശ്, നമുക്കറിയാം നരേന്ദ്രമോദി 3ാം തവണയാണ് പാലക്കാട് എത്തുന്നത്. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം ആദ്യമായിട്ടാണ് കേരളത്തിലും എത്തുന്നത്. പാലക്കാട് BJPയെ സംബന്ധിച്ച് ഏറെ വലിയ ശക്തിയോടെ പ്രചാരണം നടത്തുന്ന, ഏറെ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ്. നരേന്ദ്രമോദിയുടെ ഈ റോഡ് ഷോ സ്വാഭാവികമായിട്ടും BJPയെ സംബന്ധിച്ച് ഈ ഒരു പ്രചാരണ രംഗത്ത് കരുത്തു പകരും എന്ന് തന്നെയാണ് BJPയുടെ പ്രതീക്ഷയുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ റോഡ് ഷോ അവസാനിക്കുന്ന ഓഫീസിന്റെ മുൻവശത്താണ്. BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ മുൻവശത്താണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ 2 വശവും ബാരിക്കേഡുകൾ വെച്ച് വഴികൾ അടച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിന് പിന്നിലായിരിക്കും, ഈ ബാരിക്കേഡിന് പിന്നിലായിരിക്കും പ്രവർത്തകർക്ക് പ്രധാനമന്ത്രിയെ അഭിവാദ്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുക. പോലീസിന്റെ വലിയ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കൃത്യമായ നിർദ്ദേശങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും പ്രവർത്തകർക്ക്, അതായത് റോഡ് ഷോയിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് നൽകിയിട്ടുണ്ട്. ഈ കൃത്യമായി നിർദ്ദേശിച്ച സ്ഥലത്ത് മാത്രമാണ് ആളുകൾക്ക് നിൽക്കാൻ കഴിയുക. അതുപോലെ തന്നെ ഈ ഒരു ഇടത്തേക്കുള്ള വഴികളൊക്കെ തന്നെ ഇതിനോടകം തന്നെ അടച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം ഏകദേശം 1 കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ ഒരു റോഡിനുള്ളത്. ഈ റോഡിലേക്ക് കയറാവുന്ന റോഡുകളൊക്കെ ഇതിനോടകം തന്നെ പോലീസ് ബാരിക്കേഡ് വെച്ച് അടച്ചു കഴിഞ്ഞിരിക്കുന്നു. പോലീസിന്റെ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഇവിടേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. മാധ്യമങ്ങൾക്കാകട്ടെ 3 ഇടങ്ങളിൽ കൃത്യമായ നിർദ്ദേശം നൽകിയ 3 ഇടങ്ങളിൽ മാത്രമാണ് അവർക്ക് നിൽക്കാനുള്ള അനുവാദം ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പരിസരത്താണ്. ഇവിടെയാണ് ഈ റോഡ് ഷോയുടെ സമാപനം ഉള്ളത്. നമ്മൾ തൃശ്ശൂരിൽ 2 മാസങ്ങൾക്ക് മുമ്പ് കണ്ടതുപോലെ ഉള്ള ഒരു ഒരുക്കങ്ങൾ തന്നെ ആണ് ഇവിടെയും ഉള്ളത്. ഇവിടേക്ക് ഏതാണ്ട് പ്രവർത്തകരൊക്കെ എത്തിച്ചേരാൻ തുടങ്ങുന്നതേയുള്ളൂ. നമുക്കറിയാം രാവിലെ ഇപ്പോൾ 7 മണിയായിട്ടേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും പ്രവർത്തകരുടെ ഒരു ഒഴുക്ക് വരും മണിക്കൂറുകളിൽ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ്. വിനേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ റോഡ് ഷോ ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവരുടെ സ്റ്റാർ ക്യാമ്പയിനർ
പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് എത്തുക എന്ന് പറയുമ്പോൾ BJPയെ സംബന്ധിച്ച് അത് പ്രചാരണ രംഗത്ത് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു മുൻതൂക്കം നേടാനുള്ള സഹായകമാകുന്ന ഘടകമാകുമെന്ന പ്രതീക്ഷയാണ് BJPക്കുള്ളത്. പ്രധാനമന്ത്രിക്കൊപ്പം പാലക്കാട് സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ, അതുപോലെ മലപ്പുറത്തെയും പൊന്നാനിയിലെയും സ്ഥാനാർത്ഥികളും ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അവർ തുടക്കം മുതൽ അവസാനം വരേക്ക് ഈ റോഡ് ഷോയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ കൂടെ ഓപ്പൺ വാഹനത്തിൽ അവർ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കും. അതിനുശേഷം ഇവിടെ നിന്നും ഈ റോഡ് ഷോ അവസാനിപ്പിച്ച് പ്രധാനമന്ത്രി മടങ്ങിപ്പോകും. എന്നാണെങ്കിൽ വലിയ തിരക്കാണ്, വലിയ തിരക്ക് തന്നെയാണ് ഈ ഒരു സമയത്ത് ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും SPGയും ഇപ്പോൾ സുരക്ഷയ്ക്ക് വേണ്ട അതിന് നിർദ്ദേശങ്ങൾ നൽകുകയാണ്, സുരക്ഷാ പരിശോധനകൾ നടത്തുകയാണ്. എന്നാണെങ്കിലും അദ്ദേഹത്തിന്റെ റോഡ് ഷോ നിശ്ചയിച്ച സമയത്ത് തന്നെ ഏതാണ്ട് 1 മണിക്കൂർ സമയം അദ്ദേഹം പാലക്കാട് ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം ഒരുപക്ഷെ പൊതുസമ്മേളനമില്ലാത്തതുകൊണ്ട് പ്രസംഗം ഉണ്ടാകില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഒരു ആവേശത്തോടെ ഈ പ്രചരണത്തിന്റെ തുടക്കത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു പ്രചരണായുധം അല്ലെങ്കിൽ അതിന്റെ ഒരു തുടക്കം ഈ റോഡ് ഷോയിലൂടെ നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് BJP ഉള്ളത്. ശക്തമായ മുന്നൊരുക്കങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിനേഷ്, മുഴുവൻ ജനങ്ങളും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് സഭനെയും അഭ്യർത്ഥിച്ചുകൊള്ളുകയാണ്. അനുമോദം തുടരുക. നമുക്ക് മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ MS അനീഷ് കുമാർ ഉണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുന്നത് മേഴ്സി കോളേജ് പരിസരത്താണ്. അനീഷ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയൊക്കെയാണ് ഒരുക്കങ്ങൾ? അവിടെ കൃത്യം 10 മണിക്ക് തന്നെ പ്രധാനമന്ത്രി എത്തും എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തൊക്കെയാണ് അവിടുത്തെ വിവരങ്ങൾ? ഇപ്പോൾ തന്നെ ആളുകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അവിടെ. ലോകാരാധ്യനായ നരേന്ദ്രമോദിജി വിനേഷ്, 10 മണിയോട് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നമ്മൾക്ക് പിന്നിലുള്ള മേഴ്സി കോളേജിന്റെ ഗ്രൗണ്ടിലെ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന ഹെലിപ്പാഡിൽ ഇറങ്ങിയത്. ഇപ്പോൾ തന്നെ പോലീസിന്റെ ഒരു സുരക്ഷാ വലയത്തിലാണ് മേഴ്സി കോളേജും പരിസര പ്രദേശങ്ങളും, പ്രത്യേകിച്ചും ഗ്രൗണ്ടും പരിസര പ്രദേശങ്ങളും. ആ ഭാഗത്തേക്ക് കാര്യമായി ആളുകളെ കടത്തി വിടുന്നില്ല. കൃത്യമായ പോലീസ് സുരക്ഷാ സന്നാഹങ്ങൾ പൂർത്തിയാക്കി മാത്രമാണ് കടത്തിവിടുന്നത്. ഒപ്പം ഈ പ്രത്യേകമായി പാസ് നൽകിയ ആളുകളുണ്ട്. അതായത് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, മറ്റ് BJPയുടെ ഭാരവാഹികൾ, ഒപ്പം ഈ മത സാമൂഹിക സംഘടനാ നേതാക്കളൊക്കെ ഉണ്ട്. അവരെ മാത്രമാണ് കടത്തിവിടുക. അത്തരത്തിലുള്ളൊരു ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം ഈ സമീപ പ്രദേശങ്ങളിലുള്ള കെട്ടിടങ്ങളുടെ മുകൾ വശങ്ങളൊക്കെ തന്നെ പോലീസ് സുരക്ഷാ വലയത്തിലാക്കിയിരിക്കുന്നു. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് നമുക്ക് പിന്നിൽ കാണുന്നതാണ് ഹെലിപ്പാഡ്. ആ ഹെലിപ്പാഡ് ഭാഗത്താണ് അദ്ദേഹത്തിന് ഇറങ്ങാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്നും റോഡ് മാർഗം തന്നെയാണ് അദ്ദേഹം പുറത്തേക്ക് പോവുക. കോട്ടമൈതാനത്ത് എത്തും. അവിടെ നിന്നാണ് 5 വിളക്ക് പരിസരത്ത് നിന്നും സുൽത്താൻപേട്ട വഴി പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തേക്കുള്ള റോഡ് ഷോ ആരംഭിക്കുക. ഈ റോഡിന് ഇരുവശവും ബാരിക്കേഡുകൾ കെട്ടി തിരിച്ചിരിക്കുന്നു. ഒരാളെയും ബാരിക്കേഡുകൾ ഭേദിച്ച് വഴിയിലേക്ക് വരാൻ അനുവദിക്കില്ല. ഇപ്പോൾ തന്നെ പാലക്കാട് നഗരത്തിൽ പലയിടങ്ങളിലായി, അതായത് ഈ റോഡ് ഷോ നേരിട്ട് കടന്നു പോകുന്നതോ അല്ലെങ്കിൽ റോഡ് ഷോയിലേക്ക് ദിശ തിരിയുന്നതോ ആയ ഇടങ്ങളിൽ കൃത്യമായ നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലായിടത്തും ബാരിക്കേഡുകളുണ്ട്. പ്രധാന റോഡുകളിൽ നിന്നും ഈ റോഡ് ഷോ വരുന്ന ഇടങ്ങളിലേക്കുള്ള വഴികൾ ബ്ലോക്ക് ചെയ്ത് രാവിലെ തന്നെ പോലീസിന്റെ സുരക്ഷ വലയത്തിലാക്കിയിരിക്കുന്നു. ഒപ്പം ഈ ഹെലിപ്പാഡിലേക്ക് തിരിയുന്ന എല്ലാ ഇടങ്ങളും, അതായത് ദൃശ്യമായ എല്ലാ ഇടങ്ങളിലുമുള്ള കെട്ടിടങ്ങളുടെ മുകൾ ഭാഗങ്ങളിലും മറ്റുമൊക്കെ ഇതിനകം പോലീസുണ്ട്. ആ ഭാഗത്തേക്കൊന്നും ആളുകളെ കടത്തിവിടുന്നില്ല. അവിടുത്തെ താമസക്കാർക്ക് പോലും അവരുടെ കെട്ടിടത്തിന്റെ മുകൾ നിലയിലേക്ക് പോകരുത്, അല്ലെങ്കിൽ ആ ടെറസിലേക്ക് പോകരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വളരെ പരിമിതമായ ആളുകളെ മാത്രമാണ് ഈ മേഴ്സി കോളേജ് ഗ്രൗണ്ടിലേക്ക്, ഹെലിപ്പാഡിലേക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തൃശ്ശൂരിലും മറ്റുമൊക്കെ ഈ പാർട്ടി പ്രവർത്തകർക്ക് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നതിനായി ഈ ഹെലിപ്പാഡിൽ, അതായത് അദ്ദേഹം ഇറങ്ങുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം അവിടെ എത്തിയപ്പോൾ അന്ന് അദ്ദേഹം അവിടെ ഇറങ്ങി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത ശേഷമാണ് പോവുകയും ചെയ്തത്. എന്തായാലും ഇത്തവണ അങ്ങനൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടില്ല. ഏതാണ്ട് 5 ലക്ഷത്തിലധികം ആളുകൾ, 1/2 ലക്ഷത്തിലധികം ആളുകൾ, 50,000-ഓളം ആളുകൾ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കാണാൻ എത്തുമെന്നാണ് നേരത്തെ തന്നെ ഭാരവാഹികൾ, BJP ഭാരവാഹികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അവർക്ക് ഈ റോഡുകളോട് ചേർന്ന് തന്നെ ബാരിക്കേഡുകളുണ്ട്. ആ ബാരിക്കേഡുകൾക്കുള്ളിൽ നിലയുറപ്പിക്കണം എന്നാണ് പാർട്ടി പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അവർക്ക് ഈ ഭക്ഷണ സാമഗ്രികളോ പൊതികളോ ഒന്നും കയ്യിൽ കരുതല്, ഈ വെള്ളമടക്കമുള്ള കാര്യങ്ങൾ
സംഘാടകർ നൽകും എന്ന് അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും പാലക്കാട്, മലപ്പുറം, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഈ റോഡ് ഷോയുടെ ഭാഗമാകും എന്നാണ് അറിയിച്ചത്. BJP വളരെ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞ ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ അതിന് യോജിക്കുന്ന ഒരു ശക്തി പ്രകടനമാക്കി ഇന്നത്തെ ഈ റോഡ് ഷോയെ മാറ്റുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 9 മണിക്ക് മുമ്പ് ഈ പ്രവർത്തകർ റോഡ് ഷോ നടക്കുന്ന സ്ഥലത്ത് എത്തണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു. ഇവർക്കുള്ള ബാരിക്കേഡുകൾ പ്രത്യേക ഇടങ്ങളിലായി തിരിച്ചിട്ടുണ്ട്. ഹാൻഡ് ബാഗുകൾ, കുപ്പിവെള്ളം എന്നിവ കയ്യിൽ കരുതരുത് എന്ന് ഈ സംഘാടകർ കൃത്യമായി പ്രവർത്തകർക്കുള്ള നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. എന്തായാലും ഈ റോഡ് ഷോയുടെ ഭാഗമായുള്ള സുരക്ഷാ പരിശോധനകളൊക്കെ പൂർത്തിയായിരുന്നു. 2-3 വട്ടമൊക്കെ ട്രയൽ റൺ നടത്തി ഹെലിപ്പാഡിൽ എത്തുന്നതും അവിടെ നിന്നും പുറത്തേക്ക് പ്രധാനമന്ത്രി വരുന്നതും പിന്നീട് ഈ റോഡ് ഷോ നടക്കുന്ന ഇടത്തേക്ക് പോകുന്ന അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു പരിശോധനകളൊക്കെ പൂർത്തിയായിരുന്നു. ഈ പരീക്ഷകൾക്ക് പോലും ചില നിയന്ത്രണങ്ങളുണ്ട്. അതായത് SLC പരീക്ഷയും +1 പരീക്ഷയും ഒക്കെ നടക്കുന്നതിനാൽ ഈ നഗര പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾ 8 മണിക്ക് മുമ്പ് തന്നെ വിദ്യാലയങ്ങളിൽ എത്തണമെന്ന ഒരു നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. പരമാവധി നേരത്തെ ഈ നഗരത്തിലെ തിരക്കുകളിൽ പെടാതെ ഈ സ്കൂളിലേക്ക് എത്തുക. പരീക്ഷ പക്ഷേ സാധാരണ സമയത്ത് തന്നെ നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം നഗരത്തിലെ വലിയ ഗതാഗത നിയന്ത്രണങ്ങളും വിവിധ തരത്തിൽ ഇടങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കുള്ള ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ കാര്യങ്ങളൊക്കെ ഭദ്രമായി മുന്നോട്ട് പോകുന്നു. കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ മേഴ്സി കോളേജ് ഉള്ളത്. വിനേഷ്. അനീഷ്, BJPക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ്. കഴിഞ്ഞ തവണ നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫിയും E. ശ്രീധരനും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയതാണ്. ഒപ്പം തന്നെ മലമ്പുഴ, അതുപോലെ തന്നെ പാലക്കാട് നഗരം, ഈ ഭാഗത്തെല്ലാം തന്നെ BJPക്ക് കൃത്യമായ സ്വാധീനമുണ്ട്. കഴിഞ്ഞ തവണ 2 ലക്ഷത്തി ചില്ലാനം വോട്ടുകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാർ വാങ്ങിച്ചത്. ഇത്തവണ അതിലും അത്ഭുതങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെ പാലക്കാട് പിടിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ BJP സ്ഥാനാർത്ഥി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ നരേന്ദ്രമോദിയുടെ വരവോടുകൂടി BJPക്ക് ഏതെല്ലാം തരത്തിൽ ഗുണമുണ്ടാവും എന്നാണ് കണക്കൂട്ടുന്നത്? തീർച്ചയായും BJPക്ക് വലിയ നേട്ടങ്ങൾ അവകാശപ്പെടാൻ കഴിയുന്ന, അല്ലെങ്കിൽ നേട്ടങ്ങളിലേക്ക് കുതിക്കാൻ കഴിയുന്ന ഒരു ഇടമാണ് പാലക്കാട് എന്ന് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. നേരത്തെ 2 വട്ടം പാലക്കാട് പ്രധാനമന്ത്രി വന്നിട്ടുണ്ട്. ക്രമാനുഗതമായ ഒരു പുരോഗതി ഈ വോട്ട് വിഹിതത്തിൽ പാലക്കാട് BJPക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള വാഹനവ്യൂഹം കടന്നുപോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആ വാഹനങ്ങൾ ഈ മേഴ്സി കോളേജ് ഗ്രൗണ്ടിലേക്ക് പോയി കവചിതമായ വാഹനങ്ങളടക്കമുള്ള സജ്ജീകരണങ്ങൾ, ക്യാമറകളടക്കം ക്രമീകരിച്ചിരിക്കുന്ന വാഹനങ്ങൾ ഈ മേഴ്സി കോളേജ് ഗ്രൗണ്ടിനുള്ളിലേക്ക് കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കോളേജിനുള്ളിലേക്ക് മാധ്യമങ്ങൾ പ്രവേശനമില്ല, പക്ഷേ ആ ഗേറ്റിൽ വഴി ഈ വാഹനങ്ങൾ അകത്തേക്ക് കടന്നു പോകുന്നത് നമുക്ക് കാണാം. നമ്മൾ പറഞ്ഞു വന്നത് ഈ BJPക്ക് വലിയ പ്രതീക്ഷകളുള്ള ഒരു മണ്ഡലമാണ്. നേരത്തെ 2 വട്ടം വന്നിട്ടുണ്ട്. BJP ഇനിയും ഒരു അക്കൗണ്ട് തുറന്നാൽ അത് പാലക്കാട്ടാവും എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും വരുന്നു. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മറ്റുമൊക്കെ അത് ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഇപ്പോൾ സജീവ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. കാരണം പാലക്കാട്ടെ MLA ആയ ഷാഫി പറമ്പിലാണ് ഇത്തവണ വടകരയിൽ ഈ ഇടത് മുന്നണിയുടെ ഏറ്റവും ജനസമ്മതിയുള്ള സ്ഥാനാർത്ഥികളിൽ ഒരാളായ KK ശൈലജ ടീച്ചറെ നേരിടാൻ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഷാഫി മത്സരത്തിൽ ജയിക്കും എന്നാണ് UDF ക്യാമ്പ് ഉറപ്പിച്ച് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത്തരമൊരു മത്സരമുണ്ടായാൽ, അല്ലെങ്കിൽ അത്തരമൊരു മത്സരത്തിലൂടെ ഷാഫി പറമ്പിൽ പാലക്കാട് MLA വിജയിച്ചാൽ ഒരുപക്ഷെ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള കളമൊരുക്കാൻ പോകുന്ന ഇടം കൂടിയാണ് പാലക്കാട് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു സാഹചര്യം ഉണ്ടായാൽ, ഈ നിലവിലെ ഘടകങ്ങൾ അനുകൂലമാക്കിയാൽ വേണമെങ്കിൽ ഇവിടുന്ന് ഒരു MLA പാലക്കാട് നിന്നും നിയമസഭയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയുമുണ്ട്. എന്തായാലും നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ BJP മറ്റെല്ലാ കാര്യങ്ങൾക്കും അപ്പുറം മോദി ഗ്യാരണ്ടി എന്ന ഒരു പ്രചാരണ വിഷയത്തിലൂന്നിയാണ് പ്രചാരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മോദി നേരിട്ടെത്തുന്ന സ്ഥലത്ത് അതിൻ്റെ ഒരു പ്രഭാവം സൃഷ്ടിക്കാൻ കാരണമാക്കും. കാരണം
കേരളത്തിലെ ഘടകങ്ങൾക്കും സംസ്ഥാന തലത്തിലെ മറ്റു വിഷയങ്ങൾക്കും അപ്പുറം മോദിയുടെ ഒരു വ്യക്തിപ്രഭാവം വോട്ടുകൾ നേടാൻ, പരമാവധി വോട്ടുകൾ സമാഹരിക്കാൻ തങ്ങൾക്ക് ഗുണകരമാകും. കാരണം ദേശീയ തലത്തിൽ തന്നെ അവർ മോദിയെ ആണ് മുന്നിൽ നിർത്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നത്. അതുകൊണ്ട് തീർച്ചയായും മോദി അനീഷ് ഒന്ന് തുടരുക. നമ്മുടെ കൂടെ ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറാണ് ഉള്ളത്. നമുക്കൊന്ന് കൃഷ്ണകുമാറിലേക്ക് പോയതിന് ശേഷം ഉടൻ തന്നെ അനീഷിലേക്ക് തിരിച്ചു വരാം. എങ്ങനെയാണ് ഈ ഒരു പ്രധാനമന്ത്രിയുടെ ഈ ഒരു വരവിനെ കാണുന്നത്? കാരണം കഴിഞ്ഞ തവണ 2 ലക്ഷത്തി ചില്ലാനം വോട്ട് നേടിയിട്ടുണ്ട്. ഇത്തവണ അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമോ? NDAയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രധാനമന്ത്രി അദ്ദേഹം നേരിട്ട് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ സന്ദർശനത്തിന് വരുന്നത് എനിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ BJP പ്രവർത്തകരിൽ അവരുടെ ആവേശം വാനോളം ഉയർന്നിരിക്കുകയാണ്. പൊതുജനങ്ങൾ ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർ ആകാംക്ഷയോടുകൂടി പ്രധാനമന്ത്രിയുടെ വരവ് കാത്തിരിക്കുകയായിരുന്നു. അവരെ സംബന്ധിച്ചുള്ള ആദ്യഘട്ടത്തിൽ തന്നെ വരുന്നത് അവരുടെയും വലിയ പ്രതീക്ഷകൾക്ക് വലിയ ഉയർച്ച നൽകിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ആത്മവിശ്വാസം, ഈ പ്രവർത്തകരുടെ ആവേശം, ഇത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അട്ടിമറി വിജയം സമ്മാനിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് നരേന്ദ്രമോദി പാലക്കാട് എത്തിയത്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം പ്രധാനമന്ത്രി എത്തുന്നത് ഇതാദ്യമാണ്. അത് ശരിക്കും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് വോട്ടിന്റെ നില BJPക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിൽ പോലും ഈ LDFന് കൃത്യമായ ഒരു സ്വാധീനമുള്ള സ്ഥലമാണ്. UDFന്റെ VK ശ്രീകണ്ഠൻ കഴിഞ്ഞ തവണ വിജയിക്കുകയും ചെയ്ത് ഇത്രയും വോട്ടുകളിലേക്ക് എത്തുക എന്നുള്ളത് വലിയൊരു ടാസ്ക് അല്ലേ? തീർച്ചയായിട്ടും അല്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു ജനങ്ങളാണ് വിധി നിർണ്ണയിക്കുന്നത്. ജനങ്ങൾ മാറി ചിന്തിക്കാൻ തീരുമാനിച്ചാൽ അതിൽ ഭൂരിപക്ഷമൊന്നും പ്രധാനമല്ല. 1.25 ലക്ഷം വോട്ടിന് വിജയിച്ച MP രാജേഷ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു. ഇടതുപക്ഷത്തിന്റെ കോട്ടയൊന്നുമല്ല പാലക്കാട്. അത് ഒരു വിഭാഗം ആളുകൾ ഉണ്ടാക്കുന്ന ഒരു കണക്കുകളുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 1.25 ലക്ഷം വോട്ടിന് വിജയിച്ച MP രാജേഷാണ് 10,000 വോട്ടിന് തോൽക്കുന്നത്. അപ്പോൾ 1.25 ലക്ഷം വോട്ടോ 1.5 ലക്ഷം വോട്ടോ ഒന്നും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1329 ബൂത്തുകളുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ പ്രധാന ഒരു ബൂത്തിൽ 100 വോട്ട് മാറിക്കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് തന്നെ മാറും. പാലക്കാടിനെ സംബന്ധിച്ചോളം BJPക്ക് ശക്തമായിട്ടുള്ള അടിത്തറയുള്ള ലോക്സഭാ മണ്ഡലമാണ്. ഞങ്ങൾ പാലക്കാട് നഗരസഭ ഭരിക്കുന്നു. ഒറ്റപ്പാലം നഗരസഭയിൽ പ്രധാന പ്രതിപക്ഷം BJPയാണ്. ഷൊർണൂർ നഗരസഭയിൽ പ്രധാന പ്രതിപക്ഷം BJPയാണ്. പാലക്കാടിലെ നിരവധി പഞ്ചായത്തുകളിൽ കോൺഗ്രസ് അപ്രസക്തവും ഞങ്ങളാണ് പ്രധാന പ്രതിപക്ഷം. ജനങ്ങൾക്ക് BJPയിൽ വിശ്വാസമുണ്ട്. അപ്പോൾ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഭരണത്തിലുള്ള പാലക്കാട് നഗരസഭയിലും അതുപോലെ തന്നെ ഞങ്ങൾ പ്രതിപക്ഷത്തുള്ള അവിടെയെല്ലാം ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വലിയ വിശ്വാസമുണ്ട്. ഒരു സാധാരണ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജയിച്ചാൽ അല്ലെങ്കിൽ ഒരു നഗരസഭാ ഭരണം വരുന്ന സമയത്ത് ഞങ്ങൾ ഉണ്ടാക്കുന്ന വികസനം, അത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു MP തെരഞ്ഞെടുക്കപ്പെട്ടാൽ എന്തായിരിക്കും വികസനം എന്ന് അവർക്കറിയാം. ഒരു MP പോലും തെരഞ്ഞെടുക്കപ്പെടാതെ മോദി സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം പാലക്കാടിനായിട്ട് 10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പാലക്കാട് നൽകിയിട്ടുള്ളത്. അത് ജനങ്ങളുടെ മുന്നിലുണ്ട്. അത് വോട്ടായി മാറും. ഒപ്പം തന്നെ ഈ പാലക്കാട് ഇങ്ങനെ ഒരു ക്യാമ്പയിന് വേണ്ടിയിട്ട് പാലക്കാട് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണ്? കാരണം സമീപത്തായി തൃശ്ശൂർ സുരേഷ് ഗോപി നിൽക്കുന്നു. സുരേഷ് ഗോപിയുടെ ഒരു പ്രചരണത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെയൊക്കെ എത്രയോ മുമ്പ് വന്നതാണ് പ്രധാനമന്ത്രി. പക്ഷേ ഒരു പാലക്കാട് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണ്? BJPയുടെ കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചോളം കേരളം BJPക്ക് അനുകൂലമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. കേരളത്തിലുണ്ടാവുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ മോദിജിക്ക് അനുകൂലമായിട്ട് ജനങ്ങളുടെ ഇടയിലുള്ള വികാരം അതും കേന്ദ്ര നേതൃത്വത്തിന് അറിയാം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളം വലിയൊരു മാറ്റത്തിന് തയ്യാറെടുത്തിരിക്കുന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മോദിജിയുടെ ആദ്യ സന്ദർശനങ്ങൾ കേരളത്തിൽ വരുന്നത്. ഈ ഇലക്ട്രൽ ബോണ്ട് വിവാദമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളം പോലുള്ള സ്ഥലങ്ങളിൽ കൃത്യമായ ആളുകൾ ഇത് പഠിക്കാൻ തയ്യാറാവുന്നു. വലിയൊരു അഴിമതി എന്നുള്ള രീതിയിലേക്ക് ഈ NDA മാത്രമല്ല, അത് അന്നത്തെ കോൺഗ്രസ് മറ്റുള്ള രാഷ്ട്രീയ കക്ഷികൾ CPM-ഉം CPI മാത്രമാണെന്ന് അവരുടെ പേരുകൾ മാത്രമല്ലാതെ ഇത് എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാവും? കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഈ രാജ്യത്ത് വളരെ സുതാര്യമായിട്ടുള്ള ഭരണം കാഴ്ചവെച്ച ഒരു അഴിമതി ആരോപണം പോലും കേൾക്കാത്ത മോദിജിയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. മറിച്ച് ഈ ആരോപണം ഉന്നയിക്കുന്ന ഇടതുപക്ഷം CPM, മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മകൾക്ക് കിട്ടിയ മാസപ്പടിയെ സംബന്ധിച്ചും എല്ലാം പറയാൻ തയ്യാറാവട്ടെ. CPM അത് സംബന്ധിച്ച് സംസാരിക്കാൻ തയ്യാറാവട്ടെ. ഈ രാജ്യത്തെ 10 വർഷം 2004 മുതൽ 2014 വരെ അഴിമതിയിൽ മുക്കിയ, എല്ലാ രംഗത്തും അഴിമതി നടത്തിയ കോൺഗ്രസിനെല്ലാം BJPക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കാനുള്ള അർഹത പോലുമില്ല. BJP ഗവൺമെന്റും മോദി സർക്കാർ നരേന്ദ്രമോദിജിയും ഏറ്റവും സുതാര്യവും അഴിമതി രഹിതമായിട്ടുള്ള ഭരണം നയിക്കുന്നവരാണെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം.
ഇവരുടെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊന്നും ജനങ്ങളുടെ ഇടയിൽ വില പോവില്ല എന്നുള്ളത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. നമ്മളെ അടുത്ത മണ്ഡലം ആലത്തൂരാണ്, അതിന്റെ അടുത്ത മണ്ഡലം തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ ഇപ്പോൾ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നു. കലാമണ്ഡലം ഗോപി ആയി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടൊരു ഡോക്ടർ വിളിക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് പത്മഭൂഷൺ വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആളുകൾക്കും പാർട്ടിക്കാർക്കും കൊടുക്കേണ്ടതാണോ പത്മഭൂഷൺ? ഈ ഒരുപാട് കള്ളപ്രചരണങ്ങൾ സുരേഷ് ഗോപിക്കെതിരായിട്ടും അദ്ദേഹം തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാകുന്നതിന് 1 വർഷം മുമ്പ് തന്നെ ഈ കള്ളപ്രചരണങ്ങൾ ആരംഭിച്ചു. അതെല്ലാം ഓരോ ദിവസം കഴിയുമ്പോഴും പൊളിഞ്ഞു വീഴുന്നുണ്ട്. പത്മ അവാർഡെല്ലാം എങ്ങനെയാണ് ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നൽകുന്നതെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. ഏറ്റവും സുതാര്യമായിട്ടുള്ള രീതിയിൽ കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ പത്മ അവാർഡുകൾ സംബന്ധിച്ച് ലേലം വിളിയായിരുന്നു, ഏജന്റുമാരായിരുന്നു. ഇന്ന് അർഹതപ്പെട്ട ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക്, ജീവിതത്തിൽ ഒരു കാലത്തും ഇത്തരത്തിലുള്ള അവാർഡ് ലഭിക്കുന്ന കരുതാത്ത ആളുകൾക്കാണ് ഇന്ന് പത്മ അവാർഡുകൾ അവരുടെ വീടുകളിൽ എത്തുന്നത്. ഏറ്റവും സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ആളുകൾക്ക്, യാതൊരുവിധ സാമ്പത്തികമായിട്ടുള്ള ശേഷിയില്ലാത്ത ആളുകൾക്ക് പോലും ഇന്ന് പത്മ അവാർഡ് ലഭിക്കുന്നത്. കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. അന്ന് പത്മ അവാർഡ് ലഭിച്ച ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ പരിശോധിച്ച് നോക്ക്, പല ആളുകൾക്കും യാതൊരുവിധ അർഹതയില്ലാത്ത ആളുകൾക്ക് പോലും ആ കാലഘട്ടങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. ഇന്ന് വളരെ സുതാര്യമായിട്ടുള്ള രീതിയിലാണ് പത്മ അവാർഡ് നൽകുന്നത്. അതുപോലെ തന്നെ ഈ BJPക്ക് അകത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വലിയ തോതിലുള്ള വിഭാഗീയത, അത് പ്രാദേശിക തലത്തിലുമുണ്ട്, സംസ്ഥാന തലത്തിലുമുണ്ട്. ഇത് പരിഹരിക്കപ്പെടാറുമില്ല. ഇത് ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? ബാധിക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കപ്പെടുമോ? BJPയിലെ അങ്ങനെ ഒരു വിഭാഗീയതയില്ല. നിങ്ങൾ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ പരിശോധിച്ച് നോക്കുക. കഴിഞ്ഞ 1 വർഷക്കാലഘട്ടമായിട്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള വിഭാഗീയത മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. സൃഷ്ടി മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ കുറെ അത്തരത്തിലുള്ള ചർച്ചകൾ വന്നിട്ടുണ്ട്. BJPക്ക് അകത്തില്ല, BJPക്ക് പുറത്ത് മാധ്യമങ്ങൾ BJPക്ക് അകത്ത് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വാർത്തകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇടയിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ല. ഒറ്റക്കെട്ടായിട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും കേരളത്തിൽ ഇത്തവണ ഒരു വലിയൊരു മാറ്റത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേദിയാകും. എന്തായാലും ന്യൂസ് 18ന്റെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി. നമ്മുടെ കൂടെ ഇപ്പോൾ ഉണ്ടായത് NDA സ്ഥാനാർത്ഥി, പാലക്കാട് NDA സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാറാണ്. കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞിരിക്കുന്നു. കാരണം നരേന്ദ്രമോദിയുടെ വരവോട് കൂടിയിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ഒരു അത്ഭുതം സംഭവിക്കും, തങ്ങൾ ജയിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം പറയുന്നത്. പാലക്കാട് ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ടയാണ് എന്നുള്ളത് മാധ്യമ സൃഷ്ടി മാത്രമാണ്. യഥാർത്ഥത്തിൽ അതല്ല, BJPക്ക് കൃത്യമായ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മോർണിംഗ് വൈബ്സ് ഇന്ന് പാലക്കാടുള്ളത്. പാലക്കാട് പ്രധാനമന്ത്രി എത്തുന്നത് പ്രമാണിച്ച് വലിയ ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തുടരുക തന്നെ ചെയ്യും. ഇനിയും ഏറ്റവും പുതിയ വിവരങ്ങൾ തത്സമയമായി തന്നെ പ്രധാനമന്ത്രി ഇവിടെ എത്തുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഒപ്പം തന്നെ കൂടുതൽ വാർത്തകളുണ്ട്. ആദ്യം നമുക്ക് മറ്റു കുറച്ച് വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും അപ്പുറം വോട്ടർമാർക്കിടയിലും സജീവമായിരിക്കുകയാണ്. രാഷ്ട്രീയമല്ല, വികസനമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നാണ് തിരുവനന്തപുരത്തെ യുവ വോട്ടർമാരുടെ നിലപാട്. നമുക്ക് ആ റിപ്പോർട്ടിലേക്കൊന്ന് പോകാം. തെരഞ്ഞെടുപ്പിന്റെ ചൂട് സ്ഥാനാർത്ഥികൾക്കിടയിലും മുന്നണികൾക്കിടയിലും മാത്രം ഒതുങ്ങി നിൽക്കുകയല്ല. തെരുവിലിറങ്ങിയാൽ സാധാരണക്കാരായ ആളുകൾക്കിടയിൽ വരെ ഇപ്പോൾ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയവും തന്നെയാണ് ചർച്ചാ വിഷയം. അവിടെ യുവാക്കൾക്കുമുണ്ട് അഭിപ്രായം പറയാൻ, നിലപാട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ. എന്തായാലും ഒരു പറ്റം വിദ്യാർത്ഥികൾ നമ്മളോടൊപ്പം ചേരുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ചൂട് ഇങ്ങ് അടുത്തെത്തിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥികൾ പ്രചാരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വികസനമായിരിക്കുമോ രാഷ്ട്രീയമായിരിക്കുമോ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുക? എന്താ തോന്നുന്നത്? രണ്ടും ചർച്ച ചെയ്യപ്പെടാവുന്ന ഒരു വിഷയമാണ്. എനിക്ക് തോന്നുന്നത് വികസനം കുറച്ചുകൂടെ ചർച്ച ചെയ്താൽ നല്ലതായിരിക്കും, നാടിന് നല്ലതായിരിക്കും. അപ്പൊ ഈ വികസനത്തിനൊപ്പം നിൽക്കുന്നത് ആരാണ് എന്നാണ് വ്യക്തിപരമായ ഒരു തോന്നല്? വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു അഭിപ്രായം പറയാനില്ല. ഇതിനു മുന്നേ നിന്നിട്ടുള്ളവരാണല്ലോ രണ്ടുപേര്. അപ്പോ മുന്നേ ചെയ്ത പ്രവർത്തനങ്ങൾ നോക്കിയിട്ട് ജനങ്ങൾ വോട്ട് ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ. ഈ എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിനപ്പുറത്ത് വികസനമാണ് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമെന്ന് ചിന്തിക്കാനുള്ള കാരണം എന്താണ്? ഇപ്പൊ നടക്കുന്നതെല്ലാം രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ കൂടുതൽ വികസനത്തിന് വേണ്ടിയിട്ട് സമയം മാറ്റണമെന്നുണ്ട്. എന്റെ ഒരു അഭിപ്രായത്തില് വികസനത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. പിന്നീട് ഈ ഒരു ഗവൺമെന്റ് വീണ്ടും വരരുതെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കാനുള്ള കാരണം? കാരണം ഇത്രയും വർഷത്തിനിടയിൽ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ഇമ്പാക്ട് കൊണ്ടുവന്നത് ഈ ഒരു ഗവൺമെന്റ് ആണെന്ന് തോന്നുന്നു. അപ്പം
പുതിയൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ വികസന കാര്യത്തിലാണോ അതോ പൊതുവായിട്ടുള്ള സാമൂഹ്യ അന്തരീക്ഷത്തിലാണോ? വികസന കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഈ ഗവൺമെന്റ് നൽകുന്നില്ല എന്നാണ് എന്റെ ഒരു നിങ്ങൾ അഭിപ്രായം. എന്താണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട വോട്ട് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ, ചെയ്ത പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കുമോ, വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും? തീർച്ചയായും ഞാൻ വോട്ട് ചെയ്യുന്നെങ്കിൽ വാഗ്ദാനങ്ങളുടെ പുറത്ത് വോട്ട് ചെയ്യാൻ അങ്ങനെ ഒരു വോട്ടർ അല്ല ഞാൻ. പിന്നെ രാഷ്ട്രീയപരമായി എനിക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടോ അങ്ങനെ ഉള്ള വ്യക്തിയും അല്ല ഞാൻ. എന്നാലും വികസനത്തിന് ഒരു ഊന്നൽ നൽകിയിട്ടുള്ള ആരാണോ അവര് മീൻസ് അവര് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ വരണമെന്നാണ് ആഗ്രഹം. ഈ പൌരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അത് ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് തോന്നുന്നു? അത് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന് അങ്ങനെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് എന്തിന്റെ തിരുവനന്തപുരത്തെ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുന്നത് എന്ത് അടിസ്ഥാനത്തിലായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്? മെയിനായിട്ട് മാറ്റം വരണമെന്നുള്ള ഒരു രീതിയിലായിരിക്കും. കാരണം ഇത്രയും കൊല്ലം ഇവരിങ്ങനെ ഭരിച്ചും ജനങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. വോട്ട് ചെയ്ത് ഒരാൾ തന്നെ ജയിപ്പിച്ച് ബുദ്ധിമുട്ടായതാണ്. അതെ, അങ്ങനെയല്ല. അവർ ചെയ്യുന്ന പ്രവൃത്തികളായാലും സാധാരണ ജനങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്ട് കൊടുക്കാൻ സാധിക്കുന്നില്ലെന്നാണ് എന്റെ ഒരു. അല്ല, അപ്പൊ ഈ തരൂരിനോടൊക്കെ നമ്മൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അദ്ദേഹം പാർലമെന്റിൽ തിരുവനന്തപുരത്തിന്റെ ശബ്ദമാണ്, പക്ഷേ ദേശീയ തലത്തിൽ ഭരണം നടത്തുന്നത് BJP-യാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു എതിർചേരിയിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ സാധിച്ചു കൊടുക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൂടിയുണ്ട്. അപ്പൊ അത് നമുക്ക് കണക്കിലിടാതിരിക്കാൻ കഴിയും? അങ്ങനെ ചോദിച്ചാൽ അറിയത്തില്ല. ഇല്ല. ഓക്കെ. അപ്പം നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ട് അത് വികസനത്തിനായിരിക്കുമോ രാഷ്ട്രീയത്തിനായിരിക്കുമോ? തീർച്ചയായിട്ടും വികസനത്തിനാണ്. ആസ് എ യൂത്ത് എന്ന് പറയുന്നതിൽ ഞാൻ എപ്പോഴും നോക്കും, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ അടിസ്ഥാനമായിട്ടാണ്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ സുപ്രീം ലോ. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇനിയുള്ള ഗവൺമെന്റ് നോക്കേണ്ടത്. അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പൊ പോകുന്നതെന്ന് കരുതുന്നുണ്ട്. ഇപ്പൊ കുറെ ഭേദഗതി, ഇപ്പൊ CA പോലുള്ള നിയമങ്ങൾ വരുമ്പം അതിൽ കുറെ അഴിച്ചുപടി നടക്കുന്നുണ്ട്. അപ്പം അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഏത് ഗവൺമെന്റ് ആണോ ഐ ഷുഡ് സപ്പോർട്ട് ദം. പിന്നെ അതുപോലെ തന്നെ ഒരു യൂത്ത് എന്ന റെപ്രസെന്റേറ്റീവിന്റെ ഇതിലായിട്ട് ഞങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വിദേശത്ത് പോകണോ എന്നൊരു ഡൗട്ടുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ ഇവിടെ തന്നെ അത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക എന്നാണ് ഗവൺമെന്റിനോട് എനിക്ക് പറയാനുള്ളത്. അല്ല, ഈ വിദേശത്ത് പോകുന്നതിനും വലിയ ചെലവില്ലേ സാധാരണ വിദ്യാർത്ഥികളെ സംബന്ധിച്ച്? പറ്റും. പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഞങ്ങൾ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ. നിങ്ങൾ ഈ PSC അല്ലെങ്കിൽ മറ്റേ UPSC എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് അതിനേക്കാൾ ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരുപാട് MNC-കൾ നമ്മുടെ നാടുകളിൽ ഈ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിനോടൊന്നും താല്പര്യമില്ലാതെ സർക്കാർ ജോലി തന്നെയാണ് സുരക്ഷിതം എന്നൊരു തോന്നലുണ്ടോ? അപ്പം ഞാൻ PSC അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം എപ്പോഴും എക്സാം എഴുതുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഇപ്പൊ CPO റാങ്ക് ഞങ്ങൾ കാണുന്നില്ല. അവിടെ എത്രയോ പേര് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ട് പോലും അവരെ പരിഗണിക്കാൻ അവര് 2-3 ദിവസമായിട്ട് അവിടെ കിടപ്പുണ്ട്. അപ്പം നമ്മൾ എന്തായാലും ഗവൺമെന്റിനെ വോട്ട് ചെയ്യുന്നപ്പോൾ നമുക്ക് ഗവൺമെന്റ് ജോബ് അല്ല പിന്നെ ഏതാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ പറയുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു അവസരം ഇല്ല എന്നാണോ? നിങ്ങൾക്ക് തൊഴിലവസരം ഇല്ല എന്നാണോ? ഇല്ല, ഉറപ്പായിട്ടും ഇല്ല. അതിന്റെ കാരണക്കാരാണ് അങ്ങനെയാണെങ്കിൽ? തീർച്ചയായിട്ടും ഗവൺമെന്റ് തന്നെയാണ് കാര്യം. ഞങ്ങൾ PSC എഴുതിയിട്ട് ഇപ്പോൾ റാങ്കിൽ ലിസ്റ്റിൽ ഉണ്ടായിട്ടവരാണ്. അപ്പം ഇന്റർവ്യൂ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടും കിട്ടാതെ, ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞിട്ട് പോലും കിട്ടാത്തവരാണ് ഇപ്പൊ ജോലി ഇല്ലാതെ നടക്കുന്നത്. അപ്പോൾ ഞങ്ങളും ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്നുള്ളത് ഞങ്ങൾക്ക് ഡൗട്ടാണ്. അങ്ങനെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം? വികസനം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം നാടിന് വികസനം ആവശ്യമാണ്. ഇപ്പൊ ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ചെന്ന് പറയാൻ ഒരാൾ വേണം, അത് പരിഹരിച്ചു കൊടുക്കാൻ ഒരാൾ വേണം. അപ്പം അങ്ങനെ ഒരാളെയാണ് ഇനി അങ്ങോട്ട് വേണ്ടത്. അല്ല, ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ രാജ്യത്തിന് മുഴുവൻ അഭിമാനമായ വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെ വിവിധ പ്രൊജക്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. അപ്പൊ അങ്ങനെ ഒരു നാട്ടിൽ വികസനം എത്തിയിട്ടില്ല നമുക്ക് അങ്ങ് അടച്ചാക്ഷേപിക്കാൻ കഴിയുമോ? അങ്ങനെ കഴിയില്ല. എന്നാലും പല കാര്യങ്ങൾ ചെയ്ത് ഇപ്പം പഠിക്കുന്ന കുട്ടികൾക്ക് എന്തുകൊണ്ട് ഇപ്പം കുട്ടികൾ ഒരുപാട് പേര് പുറത്തോട്ട് പോവുകയാണ്. എല്ലാവരും നാട് വിട്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. അതിപ്പോ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ആയിക്കൂടാ? കാരണം ഇപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടിക്ക് പോലും ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ PG കഴിയുന്ന ഒരു കുട്ടിക്ക് പോലും ജോലി കറക്റ്റ് കിട്ടുന്നില്ല. അപ്പം ഒരു പഠിക്കുന്ന വെച്ചിട്ടുള്ളൊരു ജോലിയല്ലേ ഇപ്പാരും ചെയ്യണം. അപ്പം അതൊക്കെ ഒരു കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് കാര്യത്തിലായിരിക്കും, എവിടെയായിരിക്കും നമ്മൾ ഇനി നിങ്ങൾ വികസനം വേണമെന്ന് പറയുന്നു? തിരുവനന്തപുരത്ത് ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന വികസനം എന്താണ്? ജോലി കാര്യങ്ങളിൽ കുട്ടികളുടെ ഭാവി ഒരു വികസനം വേണം. കാരണം ജോലി ആവശ്യമാണ് ഇനി അങ്ങോട്ടുള്ള കാലത്ത്.
പഠിത്തം ആവശ്യമാണ്, അതിനൊത്ത ജോലി. അപ്പം എങ്കിലേ നമുക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ മാത്രമല്ല ഇപ്പം സ്ത്രീകളുടെ കാര്യത്തിൽ ഒരുപാട് സുരക്ഷാ കുറവുകളുണ്ട്. നമ്മുടെ നാട്ടിൽ എന്തോരം സംഭവങ്ങൾ നടക്കുന്നു. പിന്നെ ഇപ്പൊ പലയിടത്ത് പോയാലും വികലാംഗർക്ക് കിട്ടാൻ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതൊക്കെ പരിഹരിക്കാൻ ഒരാൾ വേണം നമുക്ക്. അപ്പൊ എന്തായാലും വളരെയധികം വ്യക്തമാണ് വിദ്യാർത്ഥികളുടെ നിലപാട്. ആ യുവത്വം പറയുന്നത് രാഷ്ട്രീയത്തിനപ്പുറം വികസനം തന്നെയാകണം ചർച്ച ചെയ്യപ്പെടേണ്ടത്. ആ വികസനത്തിനായിരിക്കണം സാധാരണക്കാർ വോട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. കൃത്യമായി ഒരു നിലപാടിലേക്ക് ഈ യുവത്വവും കൂടി എത്തുന്നത് സ്ഥാനാർത്ഥികൾക്ക് കൂടിയുള്ള മുന്നറിയിപ്പാണ്. കേവലം വാഗ്ദാനങ്ങൾക്ക് അപ്പുറത്തേക്ക് കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതികൾ എന്തുണ്ട്, അത് തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏത് തരത്തിൽ സഹായകരമാകും, അവർക്കായിരിക്കും വോട്ട് എന്നാണ് യുവത്വത്തിന്റെ നിലപാട്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. എന്തായാലും മോർണിംഗ് വൈബ്സ് ഇപ്പോൾ പാലക്കാട് കോട്ട മൈതാനത്തിന് സമീപം അഞ്ചുവിളക്കിലാണുള്ളത്. നമുക്കറിയാം അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തും. അതിനുള്ള ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളും വാർത്തകളും വരും മണിക്കൂറുകളിലെല്ലാം തന്നെ ഉണ്ടാവും. എന്തായാലും നമ്മളുടെ ഇപ്പോൾ നരേന്ദ്രമോദി ഹെലികോപ്റ്ററിലെത്തുന്ന മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ അനീഷുണ്ട്. ഒപ്പം തന്നെ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് CV അനുമോദുമുണ്ട്. അവർ കൃത്യമായ വാർത്തകൾ അവിടെ നിന്ന് നൽകും. അതിനു മുമ്പ് നമുക്ക് ഒരു അതിഥിയിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് പൊന്നാനി NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് നിവേദിതയാണ്. മാഡം നമസ്കാരം. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഈ ഒരു വരവ് എല്ലായിടത്തും വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്നാണ് BJP പ്രവർത്തകർ അവകാശപ്പെടുന്നത്. ഇപ്പോൾ പൊന്നാനി പോലുള്ള സ്ഥലത്ത് BJPക്ക് വലിയൊരു സ്വാധീനമുള്ള സ്ഥലമല്ലെങ്കിൽ പോലും അവിടെയും ചില ചലനങ്ങൾ ഉണ്ടാക്കാൻ പ്രധാനമന്ത്രിയുടെ ഈ ഒരു വരവിന് കഴിയുമോ? നോക്കൂ, കഴിഞ്ഞ ജനുവരി മാസം 3-ാം തീയതി സ്ത്രീ സമ്മേളനം, മഹിളാ സമ്മേളനം, അതിൽ പങ്കെടുക്കാൻ മാത്രമായിട്ട് നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി എത്തുകയുണ്ടായി. അതിനുശേഷം ഒരു 17-ാം തീയതിയും പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലും എല്ലാം അദ്ദേഹം എത്തുകയുണ്ടായി. ഓരോ വരവും സൂചിപ്പിക്കുന്നത് കേരള മനസ്സും നരേന്ദ്രമോദിക്കൊപ്പം തന്നെയാണ് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ 10 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ യാതൊരുവിധ വിവേചനവുമില്ലാതെ കേരളത്തിലുള്ളവർക്കും എല്ലാവിധ ആനുകൂല്യങ്ങളും എത്തിച്ചിട്ടുണ്ട്. ക്ഷേമ പദ്ധതികളെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു വിവേചനവുമില്ലാതെ നടപ്പിലാക്കി കൊണ്ടുപോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പൊന്നാനി മാത്രമല്ല ഭാരതത്തിലെ എല്ലാ ഭാഗത്തും നരേന്ദ്രമോദിയുടെ കയ്യൊപ്പ് പതിഞ്ഞ നിരവധിയായിട്ടുള്ള വികസന പദ്ധതികളും നടപ്പിലാക്കിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് എല്ലായിടത്തും ഇപ്പോൾ NDAക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം ക്ഷേമ പദ്ധതികൾ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള നിരന്തരമായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനം തീർച്ചയായിട്ടും സാധാരണക്കാരിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുവാൻ നരേന്ദ്രമോദി സർക്കാരിനായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതെല്ലാം തന്നെ കൂടുതൽ ആളുകളിലേക്ക് സന്ദേശം എത്തിക്കുന്നതിനും അദ്ദേഹത്തിന്റെ വരവും കൂടുതൽ കരുത്താകും എന്നുള്ളതിൽ നമുക്ക് പ്രതീക്ഷ വരുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ടാണ് ഓരോ സ്ഥാനാർത്ഥികളും ജനങ്ങളെ സമീപിക്കുന്നത്. അദ്ദേഹത്തിന്റെ വരവ് പോലെ തന്നെ ആഘോഷമാകും ഈ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ച മാതിരി വികസന പദ്ധതികൾ മാത്രമല്ല, ക്ഷേമ പ്രവർത്തനവും ഒരു തരത്തിലും അഴിമതിയില്ലാതെ, ഒരു തരത്തിലും വെള്ളം ചേർക്കലുകളില്ലാതെ എല്ലാ തരത്തിലും ജനങ്ങൾക്ക് ഉന്നമനം ഉറപ്പാക്കുന്നതാണ് എന്നുള്ളത് തന്നെയാണ് വളരെയധികം പ്രതീക്ഷയോടെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണാൻ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രധാനമായും ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നു കേന്ദ്രത്തിന്റെ ഫണ്ടുകൾ യഥാസമയം കിട്ടാത്തത് കൊണ്ട് തന്നെ വികസന പദ്ധതികളെല്ലാം തന്നെ പാതി വഴിയിലായിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാതെ വരുന്നത് കേന്ദ്രത്തിന്റെ ഈ ഒരു മനോഭാവം കൊണ്ടാണ്. കേരളത്തിനോടൊരു പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് കേന്ദ്രം പെരുമാറുന്നത് എന്നൊക്കെ പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ കേരളത്തിൽ BJPയോട് അതൊരു ആളുകൾക്കിടയിൽ ഒരു എതിർപ്പുണ്ടാവാൻ കാരണമായിട്ടുണ്ടോ? അത് ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? നോക്കൂ, സുപ്രീം കോടതിയിൽ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് കേസ് നടക്കുകയും
അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ട് കേന്ദ്ര സർക്കാർ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് അതിലെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കേണ്ടതല്ലേ? ഇവിടുത്തെ സാധാരണ ജനങ്ങളെല്ലാം തന്നെ വിഡ്ഢികളാണ് എന്ന് ആരും ചിന്തിക്കേണ്ടതില്ല. കാരണം ഏത് തരത്തിലാണ് കേരള സർക്കാർ അവരുടെ സാമ്പത്തിക വിനിമയം അല്ലെങ്കിൽ സാമ്പത്തിക കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവർ തന്നെയാണ് കേരളീയരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തെക്കുറിച്ച്. കാരണം ഇപ്പോഴും കടം കൊടുക്കുന്നതിന്റെ കാര്യത്തിനെ പറ്റി മാത്രമാണ് സുപ്രീം കോടതി ചർച്ച ചെയ്തിട്ടുള്ളൂ. കടം കൊടുക്കുന്നത് എത്ര കൊടുക്കണം എന്നുള്ളതിനും അത് കൊടുക്കാൻ വേണ്ടതായിട്ടുള്ള കണ്ടീഷനുകൾ നിബന്ധനകൾ വെക്കണമെന്നും മാത്രമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, നമ്മളൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരാള് ഒരു 5 ലക്ഷം രൂപയോ അല്ലെങ്കിൽ വേണ്ട 1 ലക്ഷം രൂപ തന്നെ ഒരു ഈടില്ലാതെ വായ്പ കിട്ടുന്നത് ഇപ്പൊ ശരിയാണ്, നരേന്ദ്രമോദിയുടെ പദ്ധതികൾ ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ അത് സാധിക്കുന്നുണ്ട്. വിദ്യാലക്ഷ്മി സ്കോളർഷിപ്പ് വരെ ഈടില്ലാതെ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുണ്ട്. പക്ഷെ സാധാരണഗതിയിൽ ഇപ്പൊ മുൻകാലങ്ങളെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപ എടുക്കണമെങ്കിൽ പോലും ഈടില്ലാതെ എന്തെങ്കിലും ഈടില്ലാതെ കിട്ടുമായിരുന്നു. അപ്പോൾ കേരള സർക്കാർ ആയാലും അത് ലോൺ കടമെടുക്കുന്നതിന് ഒരു പരിധി വേണ്ടേ? വെറുതെ കടമെടുത്തുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ഇന്ന് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ മേലിൽ വരെയും 1 ലക്ഷം രൂപയുടെ കടം അടിച്ചേൽപ്പിക്കുന്ന കേരള സർക്കാർ എങ്ങനെയാണ് അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് പരിശോധിക്കണം. ഇന്ന് കേന്ദ്ര സർക്കാർ ധവളപത്രം ഇറക്കിയിട്ടുണ്ട്. അതുപോലെ ഒരെണ്ണം കേരള സർക്കാരിന് ചെയ്യാമോ? വെറുതെ ആളുകളോട് കള്ളം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി ഭരണം നിലനിർത്താമെന്ന് ഇനി ഈ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും വ്യാമോഹിക്കരുത്. കാരണം എല്ലാം തന്നെ സുതാര്യമായിട്ട് ഇന്ന് ഒരു വിരൽ തുമ്പിൽ തന്നെ കിട്ടുന്ന രീതിയിൽ നരേന്ദ്രമോദി സർക്കാർ പബ്ലിഷ് ചെയ്തുകൊണ്ട് അത് ജനങ്ങൾക്ക് അറിയുന്ന രീതിയിൽ അവരിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏത് പദ്ധതിയെക്കുറിച്ചായാലും വിവരങ്ങൾ അവർക്ക് അവരുടെ വിരൽ തുമ്പിൽ ലഭ്യമാക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇന്ന് എത്ര തുകയാണ് നരേന്ദ്രമോദി സർക്കാർ ഓരോ പദ്ധതിയിലും ഇവിടേക്ക് എത്തിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാം. അത് മാത്രമല്ല, നമ്മൾ ഈ കാണുന്ന പല വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഉണ്ടായതാണ് എന്നുള്ളത് തന്നെ തെളിയിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് വികസനം ഉറപ്പാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഒന്നുകൂടി പറയേണ്ടതുണ്ട്, ഈ ക്ഷേമ പ്രവർത്തന പദ്ധതികളെല്ലാം തന്നെ കൃത്യമായിട്ട് ഇവിടുത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇവിടെ മറിയക്കുട്ടിമാരുണ്ടാവുന്നുണ്ടെങ്കിൽ അത് കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള വീഴ്ച കൊണ്ടാണ്. അതല്ലാതെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കൊടുക്കാമെന്നേറ്റിട്ട് കൊടുക്കാതിരുന്നിട്ടില്ല. അതുപോലെ മാതൃവന്ദന യോജന 5000 രൂപ വീതം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരുന്നിട്ടില്ല. വീടുകൾ വെച്ചു കൊടുക്കാൻ കൊടുത്ത ഫണ്ടുകൾ നമ്മൾ അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളതെല്ലാം തന്നെ നമ്മൾ ലഭ്യമാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് എത്രയൊക്കെ നമുക്ക് റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ടോ അതിനനുസരിച്ച് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര വിഹിതം കൃത്യമായിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ പദ്ധതികളും അടൽ പെൻഷൻ യോജനയായാലും ആരോഗ്യ കാർഡായാലും എല്ലാം തന്നെ പറഞ്ഞതെല്ലാം പാലിച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നിലനിൽക്കുമ്പോൾ കേരള സർക്കാർ അത് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ വിഡ്ഢികളല്ല കേരള ജനത എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു മാഡം. എന്തായാലും നമ്മുടെ കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നത് പൊന്നാനി NDA സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് നിവേദിതയാണ്. അവർ കൃത്യമായി തന്നെ മോദിയുടെ ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒപ്പം തന്നെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും മോർണിംഗ് വൈബ്സ് ഇപ്പോഴും തുടരുകയാണ്. 10 മണിയോടുകൂടി തന്നെ നരേന്ദ്രമോദി പാലക്കാട് എത്തും. മേഴ്സി കോളേജ് ഗ്രൗണ്ടിലാണ് അദ്ദേഹം ഇറങ്ങുക. അതിനുശേഷം ഇവിടേക്ക് 5 വിളക്കിലേക്ക് വാഹനത്തിലെത്തും. 5 വിളക്കിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. 2 ഭാഗത്തും ബാരിക്കേഡ് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ്. ഇന്നലെ രാവിലെ മുതൽ തന്നെ ഈ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ കാണാൻ കഴിയും. കൃത്യമായും പഴുതടച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് പാലക്കാട് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നരേന്ദ്രമോദി ഇത് 3ാം തവണയാണ് പാലക്കാട് എത്തുന്നത്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുമ്പ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം പ്രധാനമന്ത്രി ആദ്യമായി എത്തുന്നു എന്ന പ്രത്യേകതയുണ്ട്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇത് BJP പ്രവർത്തകർക്കിടയിൽ അണികൾക്കിടയിൽ വലിയ ആവേശം അലതല്ലുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നമുക്ക് MS അനീഷ് കുമാറിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. അനീഷ് അവിടെ മേഴ്സി കോളേജ് ഗ്രൗണ്ടിലാണുള്ളത്. അവിടെയാണ് നരേന്ദ്രമോദിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങുന്നത്. അനീഷ്, നമുക്ക് അറിയാം, ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, അതായത് ഈ
ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ സ്വാധീനം ചെലുത്താൻ ഈ നരേന്ദ്രമോദിയുടെ ഈ ഒരു വരവ് ഗുണം ചെയ്യുമോ? ഒപ്പം തന്നെ BJPക്ക് അകത്ത് ഒരു പരിധിവരെ വിഭാഗീയതയുണ്ട്. പ്രാദേശിക തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും അതിന്റെ എല്ലാം തന്നെ പ്രതിഫലനങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. ഇതെല്ലാം മറികടക്കാൻ ഒരു ഈ കേന്ദ്രത്തിന്റെ ഇടപെടൽ കൊണ്ട് നടക്കുമോ? കേന്ദ്രം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു ഇടപെടൽ നടത്തുന്നുമുണ്ട്, പക്ഷേ അതിയൊന്നും ഫലം കാണുന്നുമില്ല. പക്ഷേ ഈ ഒരു പ്രധാനമന്ത്രിയുടെ തുടർച്ചയായിട്ടുള്ള ഒരു സന്ദർശനം കേരളത്തിന് വലിയ ഗുണം ചെയ്യുമോ? പ്രത്യേകിച്ച് കേരളത്തിലെ BJPക്ക് വലിയ ഗുണം ചെയ്യുമോ? ഒപ്പം തന്നെ ഈ വിഭാഗീയത മറികടക്കാൻ കഴിയുമോ? എന്താണ് അനീഷ് ഈ കാര്യത്തിൽ അനീഷിന്റെ ഒരു അന്വേഷണത്തിൽ മനസ്സിലായത് എന്താണ്? വിനേഷ്, മറ്റ് ഘടകങ്ങൾക്കെല്ലാം അപ്പുറം ഇത്തവണ പരമാവധി സീറ്റുകളിൽ വിജയം നേടുക, അതായത് 400 സീറ്റുകൾക്ക് മേൽ വിജയം നേടി ഒരു കൃത്യമായ ഭൂരിപക്ഷം നേടി ഭരിക്കുക എന്നത് തന്നെയാണ് BJP ഇത്തവണ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് മറ്റെല്ലാ പ്രശ്നങ്ങൾക്കും അപ്പുറത്ത് ഈ പാർട്ടി ഒറ്റക്കെട്ടായി നിന്ന് മോദി ഗ്യാരണ്ടിയുടെ കീഴിൽ മത്സരിക്കുക എന്നത് തന്നെയാണ് ഇത്തവണ BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു മുദ്രാവാക്യം. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ കാര്യങ്ങളെയും പടിക്ക് പുറത്താക്കി ഈ വിഷയം മാത്രം, വികസനം മാത്രം ചർച്ച ചെയ്ത് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോവുക എന്നാണ്. നമുക്കിപ്പോൾ ചില BJP നേതാക്കൾ കൂടിയുണ്ട്. എങ്ങനെയാണ് തയ്യാറെടുപ്പുകളൊക്കെ? അങ്ങോട്ട് ആരൊക്കെയാണ് പോകുന്നത് അകത്തേക്ക്? ഇപ്പം ഭാരതത്തിലെ പ്രധാനമന്ത്രി പാലക്കാട്ട് സന്ദർശനം നടത്തുമ്പോൾ വിവിധ സമുദായ സംഘടനകളുടെ നേതാക്കളെല്ലാം തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ റിസീവ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. കാരണം വെച്ചാൽ കേരളത്തിൽ പാലക്കാട് നമ്മുടെ ജില്ലയിൽ ഉൾപ്പെടെ നിരവധി കൈത്തൊഴിൽ മേഖലയിലുള്ളവർക്ക് കുടിൽ വ്യവസായങ്ങൾ വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഭാരത പ്രധാനമന്ത്രിയോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ തിരക്കിനിടയിൽ അത്തരം നിവേദനങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് നൽകാൻ സാധിക്കില്ല. പിന്നെ ഭാരതം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നു. അപ്പം ഭാരതത്തിലെ പ്രധാനമന്ത്രിക്ക് ഈ പാലക്കാട്ടിലെ അതുപോലെ കേരളത്തിലെ ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക്, അതായത് സമുദായ സംഘടനകളിലും അതുപോലെയുള്ള കൈത്തൊഴിൽ മേഖലയിലുള്ളവർക്കൊക്കെ തന്നെ അവർക്ക് ജീവിതോപാധിയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തൊഴിൽ സാധ്യതയൊക്കെ വർദ്ധിപ്പിക്കാനുള്ള പല സ്കീമുകളും ഇനിയും അദ്ദേഹത്തിന് തോന്നുമാറാകട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്താണ് ഈ പാലക്കാട് 3ാം തവണ അദ്ദേഹം വരുന്നു. തെരഞ്ഞെടുപ്പിൽ ഈ BJP ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പാലക്കാട്, അല്ലേ? പാലക്കാട് കേരളത്തിൽ ഇപ്പം നമ്മൾ സമീപമായിട്ട് 3 തവണ അദ്ദേഹം വന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ കേരളത്തിലേക്ക് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മലയാളികൾ പ്രബുദ്ധരാണ്, അവർ അത് തിരിച്ചറിയും എന്നുള്ള ഒരു വിശ്വാസം പ്രധാനമന്ത്രിക്ക് ഉണ്ടായി കാണണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇതാണ് പ്രതീക്ഷ. കാരണം ഈ മറ്റെല്ലാ ഘടകങ്ങൾക്കും അപ്പുറം മോദിയുടെ ഒരു വ്യക്തിപ്രഭാവത്തിൽ അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടിയിൽ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ BJP ഘടകം. ഈ നേതാക്കളും മറ്റ് ഈ പോഷക സംഘടനയുടെ നേതാക്കളൊക്കെ ഈ മേഴ്സി കോളേജ് ഗ്രൗണ്ടിലേക്ക്, ഹെലിപ്പാഡിലേക്ക് എത്തുന്ന കാഴ്ചയാണ്. പ്രത്യേകം പാസ്സുള്ളവർക്ക് മാത്രമാണ് അവിടേക്ക് പ്രവേശനമുള്ളത്. മാധ്യമങ്ങളെ ഒന്നും ഈ ഹെലിപ്പാഡിനുള്ളിൽ അനുവദിക്കില്ല എന്ന് നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നു. ഇവിടെ ഒന്നും ഈ 2 വശത്തായി ബാരിക്കേഡുകൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. അങ്ങനെ മാത്രമാണ് ആളുകളെ പ്രവേശിപ്പിക്കുന്നത്. നിങ്ങളൊക്കെ അകത്തേക്ക് പോകാൻ സ്വീകരിക്കാൻ എത്തിയിരിക്കുന്ന ആളുകളാണോ? അതെ അതെ അതെ. താങ്കൾ BJPയുടെ മണ്ഡല സെക്രട്ടറിയാണ്. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ മത, സാമൂഹ്യ, സാംസ്കാരിക നേതാക്കളൊക്കെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുക. അതെ, അവരെ കൂടെ സ്വീകരിക്കുക. അതെ, ഇപ്പോൾ ഗസാല ഓഡിറ്റോറിയലിന്റെ ബാഡ്ജും കാര്യങ്ങളും സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ശേഷമേ മറ്റുള്ള നേതാക്കന്മാരൊക്കെ ഇവിടെ എത്തുള്ളൂ. എങ്ങനെയാണ് വലിയ പ്രവർത്തകരുടെ ഒരു പങ്കാളിത്ത തിരക്കുകൾ ആ ഭാഗത്തൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാരിക്കാർഡുകളൊക്കെ വെച്ചെല്ലാം സൈഡിൽ നിന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം തന്നെ ഗസാല ഓഡിറ്റോറിയം മൂലം ജില്ലാ ഹോസ്പിറ്റൽ ആ ഭാഗങ്ങളിലൊക്കെ ആളുകൾ ഇപ്പം തന്നെ കൂടാനായി കൂടി. എങ്ങനെയാ, വലിയ പ്രതീക്ഷയാണോ ഈ പാലക്കാട് മണ്ഡലം? നിങ്ങൾ വലിയ പ്രതീക്ഷ കൈവെക്കുന്ന ഒരു? ഞങ്ങളെ പ്രതീക്ഷയിൽ തന്നെയാണ്. കൃഷ്ണകുമാർജിയുടെ സ്ഥാനാർത്ഥി പര്യടനം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. അപ്പോൾ അതിന്റെ പര്യടനമായിട്ട് അല്ല പ്രചാരണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് തന്നെയാണ്. ഞങ്ങൾക്ക് പ്രതീക്ഷ തന്നെയാണ് തീർച്ചയായിട്ടും കൃഷ്ണകുമാർ ജയിക്കുന്നുള്ളത്. മോദി ഗ്യാരണ്ടി അല്ലേ? അതെ, മോദി ഗ്യാരണ്ടി പറഞ്ഞാൽ കൂടുതലും ഇവിടെ ജനങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള വൈദ്യുതി, അതുപോലെ ജലം, ഗ്യാസ് കണക്ഷനുകൾ, വീട്, അങ്ങനെയുള്ള സംവിധാനങ്ങൾ കുറേ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും മോദിയുടെ ഗ്യാരണ്ടി വീണ്ടും ഉണ്ടാവും കേരളത്തിലേക്ക്. അതേപോലെ തന്നെയാണ് ഇവിടെ കൃഷ്ണകുമാർജി ജയിച്ചാൽ മറ്റ് വ്യവസായപരമായിട്ടുള്ള സംവിധാനങ്ങളെ കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഈ BJPക്ക് ഏറ്റവും സ്വാധീനമുള്ള ഒരു നഗരമാണ് അല്ലെ? ആ പട്ടണത്തിലേക്കാണ് ഇന്ന് മോദിജി എത്തുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് അതൊന്ന് കുറച്ചുകൂടെ വേഗത ഉണ്ടാക്കുക ഈ ഇന്നത്തെ വരവിന്? അത് തീർച്ചയായും മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന പോലെ
മോദിയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ അനവധി നടന്നു വരികയാണ്. വികസന റോഡ് കാര്യങ്ങളൊക്കെ നടന്നു വരികയാണ്. പാലക്കാട് ജില്ലയിൽ നമ്മൾ പാലക്കാട് നഗരസഭ ഭരിക്കുന്നതോടുകൂടി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒട്ടനവധി വർക്കുകൾ നടന്നു വരികയുണ്ടായി. പല കോടികളുടെ വികസനം കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നടക്കുകയുണ്ടായിരുന്നു. അപ്പം അതിനെ തുടർന്ന് ഇനിയിപ്പോൾ സി കൃഷ്ണകുമാർജി ജയിക്കുന്നതോടുകൂടി ഒരു കേന്ദ്ര സ്ഥാനം നൽകുമെന്നൊരു ആഹ്വാനമുണ്ട്. ഈ പാലക്കാട് ജയിച്ചാൽ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരിക്കും എന്നുള്ളൊരു ആഹ്വാനങ്ങൾ ഉണ്ട്. അപ്പോൾ തീർച്ചയായും ജയിച്ചു കഴിഞ്ഞാൽ പാലക്കാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ കേൾപ്പുള്ള വ്യക്തി തന്നെയാണ് സി കൃഷ്ണകുമാർജി. നിങ്ങളിപ്പോൾ വോട്ടർമാരോട് പറയുന്നത് നിങ്ങളൊരു കേന്ദ്രമന്ത്രിയാണ് വിജയിപ്പിക്കേണ്ടത്. അതെ അതെ, തീർച്ചയായും ഒരു കേന്ദ്രമന്ത്രിയെ വിജയിപ്പിക്കുന്നതോടുകൂടി ഇപ്പോൾ പാലക്കാട് നഗരസഭ ഒരു 10 കൊല്ലമായി BJP ഭരിക്കുകയാണ്. അപ്പോൾ തുടർന്ന് ഒരു കേന്ദ്രമന്ത്രി ഒരു MP-യും കൂടെ പാലക്കാടിന് നൽകിയാൽ നല്ല രീതിയിലുള്ള വികസനം തന്നെ കാഴ്ചവെക്കുന്ന ഉറപ്പുണ്ട്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു അല്ലെ? നിങ്ങളുടെ MP ഇപ്പോൾ നിങ്ങളുടെ MLA വടകരയ്ക്ക് പോയേക്കുവാണ്. അതെ, അദ്ദേഹം തിരിച്ചു വരുമോ? എന്താ പ്രതീക്ഷിക്കുന്നത്? അത് അറിയില്ല. അത് ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് തീരുമാനമാവും. തിരിച്ചു വന്നില്ലേ നിങ്ങൾ ഈ മണ്ഡലം പിടിക്കും? അത് പിടിക്കും. തീർച്ചയായും ഞങ്ങൾ അതിനുള്ള സംവിധാനങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. പാർട്ടി അതിന് നേതൃത്വങ്ങൾ എല്ലാ സംവിധാനങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. വിനേഷ്, പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ്. നമുക്കിപ്പോൾ കാണാം ഓരോരുത്തരായി നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഈ സ്ഥലത്തേക്ക്, ഈ സ്വീകരണ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ. ഈ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി പ്രത്യേകം നിശ്ചയിച്ചിരിക്കുന്ന ആളുകളുണ്ട്, പാർട്ടിയുടെ നേതാക്കളുണ്ട്, മറ്റ് ഈ പോഷക സംഘടനകളുടെ ഭാരവാഹികളുണ്ട്, ഒപ്പം സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരായ ആളുകളെയും ഒക്കെ ഇവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവർ ഓരോരുത്തരായി എത്തുന്ന കാഴ്ച കാണാൻ കഴിയും. നമുക്ക് വേണമെങ്കിൽ അവരോടൊക്കെ എത്ര വലിയൊരു ആവേശമാവും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മോദിജിയുടെ ഈ പാലക്കാട്ടേക്കുള്ള വരവ്? തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ആ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ചുമതല വഹിക്കുന്ന ആളാണ്. അത് BJP-ക്കാരാണ് അത് സംസാരിക്കേണ്ടത്. അല്ല, കേരളത്തിന്റെ മൊത്തത്തിലുള്ള വികസന കാര്യങ്ങളിൽ എത്ര ഇതാവും? അദ്ദേഹം പതിവായ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ RSSന്റെ സംഘയാലാണ്. ഞാനല്ല. ആധികാരികമായിട്ട് സംസാരിക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകളാണ്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ, അല്ലെങ്കിൽ വളരെ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്, അവിടുത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏത് രീതിയിലാണ് സഹായിക്കുക അദ്ദേഹത്തിന്റെ ഇന്നത്തെ വരവ്? തീർച്ചയായിട്ടും നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇന്ന് ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു നേതാവാണ്. ഭാരത പ്രധാനമന്ത്രി ഇന്ന് പാലക്കാട് വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി പാലക്കാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അത് അഭിമാനകരമായ നിമിഷമാണ്. 100% കേരളത്തിൽ അദ്ദേഹം 2 അക്കത്തിൽ BJP ജയിക്കുമെന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം അത് വെറുതെ പറയില്ല. ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. 100% ഈ രാജ്യത്ത് വികസനം നടക്കണം എന്നുണ്ടെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ മാത്രമേ സാധ്യമാവൂ, നരേന്ദ്രമോദിയിലൂടെ മാത്രമേ സാധ്യമാവൂ എന്ന് ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ കൃത്യമായ ഒരു വോട്ട് മുന്നേറ്റം ഉള്ള സ്ഥലമാണ് പാലക്കാട് അല്ലെ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ നേട്ടമുണ്ടാക്കി. നഗരസഭ 10 വർഷമായി ഭരിക്കുന്നു. മലമ്പുഴയിലൊക്കെ ഗണ്യമായ വോട്ട് വീതമുണ്ട്. അങ്ങനത്തിൽ BJP-യുടെ ഒരു കേന്ദ്രത്തിലെ തന്നെ പദ്ധതികളുടെ ഒരു ഭാഗമായ ജില്ലയാണ് പാലക്കാട്. തീർച്ചയായിട്ടും. അതായത് 2 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. പാലക്കാട് 50,000 വോട്ടുണ്ട്. അതേപോലെ തന്നെ മലമ്പുഴയിലും 50,000 വോട്ടുണ്ട്. ഇത് കൂടാതെ ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായ ഒറ്റപ്പാലം, ഷൊർണൂര്, കോങ്ങാട് എന്നിവ അടങ്ങുന്നതാണ് ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. 100% ജയിക്കാൻ വിധത്തിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിക്ക് ജയിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ഈ മോദിജിയുടെ ഒരു വ്യക്തിപ്രഭാവമുണ്ട്. അത് രാജ്യവ്യാപകമായിട്ട് അക്കാര്യം ഊന്നിയാണ് ഇത്തവണ വോട്ട് തേടുന്നതും അല്ലെ? അത് കേരളത്തിൽ മൊത്തത്തിൽ ഒന്ന് പരക്കാൻ ഇടയാക്കും ഇത്തരം സന്ദർശനങ്ങൾ. തീർച്ചയായും 100% മോദിജിയുടെ വ്യക്തിപ്രഭാവവും അതുപോലെ തന്നെ സർക്കാർ ചെയ്ത വികസന പദ്ധതികളും ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിന് മാത്രം അതിൽ നിന്നും പിന്തിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കൾ, ഇതര കക്ഷിയിൽപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ ഇന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് വരുന്നതും ഈ തെരഞ്ഞെടുപ്പിൽ NDAക്ക് അനുകൂലമായ ഒരു വിധിയെഴുത്ത് 100% ഉണ്ടാവും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. എന്തായാലും പ്രവർത്തകരും നേതാക്കളും ഒക്കെ വലിയ ആവേശത്തിലാണ്. കാരണം അദ്ദേഹം നിരന്തരമായി അടുത്ത കാലത്ത് കേരളത്തിലേക്ക് വരുന്നു, തെക്കേ ഇന്ത്യയിലേക്ക് വരുന്നു. അത് ഈ മേഖലയിൽ ഒരു വലിയ മാറ്റം BJP-യുടെ ഈ സംഘടനാ ശക്തിയിലും ഒപ്പം ഈ സർക്കാരുകളിൽ ഉള്ള പങ്കാളിത്തമൊക്കെ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 10 സീറ്റ് എന്ന മോദിജിയുടെ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നാണ് ഈ BJP പ്രവർത്തകർ പറയുന്നത്. വിനീഷ്.
MS അനീഷ് കുമാറാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഒപ്പം തന്നെ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് CV അനുമോദുമുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡ് ഷോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തത്സമയ ദൃശ്യങ്ങളും കൂടുതൽ വാർത്തകളും നമുക്ക് നൽകാൻ കഴിയും. എന്തായാലും പാലക്കാട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വരവ് അല്പസമയത്തിനകം തന്നെ ഉണ്ടാവും. 10 മണിയോടുകൂടി മേഴ്സി കോളേജിൽ അദ്ദേഹം എത്തും. അതിനുശേഷം ഇവിടെ 5 വിളക്കിലേക്ക് എത്തും. 5 വിളക്കിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുക. മോർണിംഗ് വൈബ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.